അയാൾ എന്നെ കൊല്ലും, അതിനു മുൻപ് എന്തെങ്കിലും ചെയ്യണം. കാസർഗോഡ് കുമ്പളയിലെ CPM നേതാവ് സുധാകരൻ 3 പതിറ്റാണ്ടോളം ലൈംഗികമായി ചൂഷണം ചെയ്ത വീട്ടമ്മയുടെ വെളിപ്പെടുത്തലാണിത്. 1995 വിവാഹ വാഗ്ദാനം നൽകിയാണ് ആദ്യ പീഡനം. എന്നാൽ വിവാഹം നടന്നില്ല. പിന്നീട് കുടുംബജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ വില്ലനായി വീണ്ടും സുധാകരൻ്റെ വരവ്. ഭീഷണിപ്പെടുത്തി പലതവണ ലൈംഗികമായി ചൂഷണം ചെയ്തു. വീട്ടമ്മയുടെ പരാതിയിൽ മുൻ CPM ഏരിയ സെക്രട്ടറി സുധാകരനെതിരെ പോലീസ് ബലാത്സംഗത്തിന് കേസെടുത്തു. ആരോപണത്തെ തുടർന്ന് ഇയാളെ പാർട്ടിയിൽ നിന്നും നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. സുധാകരൻ നിരവധി സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് വീട്ടമ്മയുടെ പരാതി. വീട്ടമ്മയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതിയിൽ CPIM കുമ്പള ഏരിയ മുൻ സെക്രട്ടറിയും നിലവിൽ എൺമകജ പഞ്ചായത്ത് അംഗവുമായ ഇച്ചിലമ്പാടി സ്കൂൾ അധ്യാപകൻ S. സുധാകരനെതിരെയാണ് കാസർഗോഡ് വനിതാ പോലീസ് കേസെടുത്തത്. പീഡനം സംബന്ധിച്ച് വീട്ടമ്മ ജില്ലാ പോലീസ് മേധാവിക്കും DGPക്കും പരാതി നൽകിയിരുന്നു. ആരോപണത്തെ തുടർന്ന് സുധാകരനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും അന്വേഷണത്തിനായി 3 അംഗ കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്യുകയുണ്ടായി. കമ്മീഷൻ അന്വേഷണം നടക്കുന്നതിനിടെയാണ് സുധാകരനെതിരെ പോലീസ് കേസെടുത്തത്. പാർട്ടി പ്രവർത്തകയും ഭർത്തൃമതിയുമായ 45-കാരിയായ വീട്ടമ്മയാണ് ലൈംഗികാതിക്രമ പരാതിയുമായി രംഗത്തെത്തിയത്. പീഡന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ജില്ലാ പോലീസ് മേധാവിക്കും DGPക്കും ഇവർ പരാതി നൽകിയത്. വർഷങ്ങളോളം ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും ഭീഷണിപ്പെടുത്തി നഗ്നചിത്രങ്ങൾ പകർത്തിയെന്നും പരാതിയിൽ പറയുന്നു. തന്നെ മാത്രമല്ല തന്റെ കുടുംബത്തെയും സുധാകരൻ ഭീഷണിപ്പെടുത്തി വരികയാണെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. സംഭവം വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ പരാതിയിൽ നിയമാനുസൃതമായ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് സുധാകരനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. പിന്നാലെയാണ് സംഭവത്തിൽ പോലീസും കേസെടുത്തിരിക്കുന്നത്. DGPയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തതെന്നാണ് വിവരം. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.